അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് സോഷ്യൽ മീഡിയ റിവ്യൂവർ. അപ്പോൾ ഞാനിന്ന് ഞങ്ങൾ രണ്ടുപേരും ആട്ടായും ഞാനും കൂടി ഇന്ന് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടിരുന്നു. സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡ്യൂസറിനെ പറ്റി ആദ്യം പറഞ്ഞു. നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ആ സിനിമ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഒരു സിനിമയ്ക്ക് നിർമ്മാതാവ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ സിനിമ നടക്കത്തില്ല. കാരണം അത് അത്ര നല്ല രീതിയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആ സിനിമയെ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ലൊക്കേഷൻ ആണെങ്കിലും മറ്റേ ഡിഫറെന്റ് ലൊക്കേഷനാണ്. കേരളം ഉണ്ടാവും, പിന്നെ ഫോറിൻ രാജ്യങ്ങളുണ്ടാവും, പിന്നെ മരുഭൂമി ഉണ്ട്. അങ്ങനെ ഒരു ആടുജീവിതം കണ്ട ഫീൽ ചില സമയത്ത് നമുക്ക് തോന്നി. ഫസ്റ്റ് ഹാഫില് രണ്ട് യുവാക്കളുടെ തോന്നിയ രീതിക്ക് നടക്കുന്ന രണ്ട് യുവാക്കൾ, ജോലിയില്ല, കൂലിയില്ല, അമ്മയുടെ അച്ഛന്റെ പൈസക്ക് ജീവിക്കുന്നു. പിന്നീട് ഒരു ഘട്ടമാകുമ്പോൾ അവർ സ്വന്തമായിട്ട് പണിക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും ഗൾഫിലെ സാഹചര്യവുമാണ്. ഏതൊരു ഇന്ത്യക്കാർക്കും ഇടയിലും ഒരു മലയാളി ഉണ്ടാവും. എല്ലാ മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട ഒരു യുവാക്കളുടെ ചിത്രമാണ്. അപ്പോൾ സൗഹൃദങ്ങളുടെയും പൊളിറ്റിക്കൽ കറക്ഷൻസിന്റെയും ഒരു ആക്ഷേപഹാസ്യം കൂടിയാണ് സിനിമ കാണിക്കുന്നത്. അക്രമ രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. പിന്നെ യുവാക്കളുടെ ഇന്നത്തെ തലമുറയിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിവിൻ പോളി എന്ന കഥാപാത്രം കൊമേഡിയനായിട്ടും ഇമോഷണലായിട്ടും പക്വത നിറഞ്ഞായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. കാരണം 1983 ആണെങ്കിലും തുറമുഖമാണെങ്കിലും വ്യത്യസ്തം നിറഞ്ഞ സിനിമാനുഭവമായിരുന്നു. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു കരിയർ ബസ് സിനിമയാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസനൊക്കെ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാറിന്റെ ഗസ്റ്റ് റോള് ഗംഭീരമാണ്. പിന്നെ നമ്മുടെ സലിംകുമാർ ഏട്ടൻ, പിന്നെ മഞ്ജുപിള്ള ചേച്ചി, അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒത്തൊരുമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഏതൊരു ഇന്ത്യക്കാരനും മലയാളത്തോട്ടുള്ള ഒരു സിനിമ കാണണമെങ്കിൽ ഒരു ആടുജീവിതത്തിന് ശേഷം ഒരു ആടുജീവിതം പോലെ തോന്നിപ്പിക്കുന്ന ഒരു പുതുതലമുറയിലെ യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും കാണേണ്ട, മനസ്സിലാക്കേണ്ട സിനിമയാണ്. മലയാളി ഫ്രം ഇന്ത്യ, മലയാളി ഫ്രം ഇന്ത്യ. മലയാളി അടിപൊളിയാണ്, മലയാളി അടിപൊളിയാണ്. ഏതൊരു ഇന്ത്യക്കാരനും പോയാലും, ഇന്ത്യയിൽ പോയാലും ഗൾഫിൽ പോയാലും അവിടെ എല്ലാം ഒക്കെ ഒരു മലയാളി ഉണ്ടാകും. താന താന തനന താന നാന തനന. ഒരു നിവിൻ പോളിയുടെ ഗംഭീരമാ കോമഡി ഇമോഷണൽസ് സീൻ അതാണ്, അത് മലയാളി ഫ്രം ഇന്ത്യ. അപ്പോ ജനഗണമന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസിന്റെ മികച്ച ഡയറക്ഷൻ സിനിമയ്ക്ക് എടുത്തു പറയേണ്ടതാണ്. ഡിജോന്റെ ഒരു തനിനാടൻ ശൈലിയിലുള്ള ഒരു ഡയറക്ഷനാണ്. കാരണം ജനഗണമന എന്ന് പറയുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലൊരു സംഭവങ്ങൾ ഇതിലുണ്ട്. എങ്കിലും അധികം ലൈറ്റ് വെയിറ്റ് സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. ഏത് മലയാളിയും തീർച്ചയായിട്ടും, ഗൾഫ് മലയാളിയും പ്രവാസിയും തീർച്ചയായിട്ടും കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നിവിൻ പോളിയുടെ ഒരു ഗ്രാമീണ തരത്തിലുള്ള ഒരു നാടൻ പെർഫോമൻസ് ആണ് നിവിൻ പോളി കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അഭിലാഷ് ആട്ടത്തോട് ചോദിക്കാം. എന്തായാലും പെരേര പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മൂവിയാണ്. മൂവിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം മൂവിയുടെ പേര് എടുത്തു പറയോ? മൂവിയുടെ പേര് മലയാളി ഫ്രം ഇന്ത്യ. കാരണം പെരേരയുടെ നെഞ്ചത്ത് തന്നെ അത് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെരേര നിവിൻ പോളിയുടെ ഫാനാണോ അതെയോ ഡയറക്ടറിന്റെ ഫാനാണോ? ഞാൻ നിവിൻ പോളിയുടെ ഫാനാണ്. ആ സിനിമ ഇഷ്ടപ്പെട്ടു, കണ്ടിരിക്കാം, വല്ല കുഴപ്പമില്ല. ബനിയൻ ആര് തന്നാണ്? ബനിയൻ എന്റെ പ്രൊമോഷൻ ഡ്രീം തന്നാണ്. തിരിച്ചു കൊടുത്തില്ലോ? വേണ്ടെന്ന് പറഞ്ഞു, അടുത്തോളാൻ പറഞ്ഞു. എന്തായാലും നല്ല പ്രൊമോഷൻ ആയത്. ഇതിട്ടോണ്ട് ഇനി നടക്കും ടൗണിൽ കൂടെ? അത്യാവശ്യം വീട്ടിലേക്ക് ഇടാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിനിമ പ്രേമിയാണ്, സിനിമ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബനിയനിട്ട് നടക്കണം. അതുകൊണ്ടാണ് അവര് തന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പെരേര പറഞ്ഞ പോലെ ഒരു നാടൻ സിനിമയാണെന്ന് വെച്ചാൽ നാട്ടിൻപുറത്തെ കഥകളൊക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ വരാറില്ല. കൂടുതലും ഈ ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. ന്യൂ ജനറേഷൻ സിനിമകളാണ് കൂടുതൽ വരുന്നെങ്കിലും നമ്മളെ പണ്ടത്തെ നാട്ടിൻപുറമൊക്കെ പഴയകാല സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന കുറെ രംഗങ്ങൾ ഉണ്ടായിരുന്നു. ധ്യാനും അതുപോലെ തന്നെ നമ്മുടെ നിവിനും കൂടി അഭിനയിച്ച് തകർത്തു. പിന്നെ അതുപോലെ തന്നെ ആ നാട്ടിൽ നടക്കുന്ന അടിപിടിയും ക്രിക്കറ്റും എല്ലാം ഒപ്പിയെടുത്തൊരു സിനിമയാണ്. അതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ, പെരേര മറന്നാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിലൊരു താരം കൂടി ഉണ്ട്, ഷൈൻ ടോം ചാക്കോ. പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സാഹചര്യത്തില് നമ്മള് വേറെ മൂവി ഇനിയും ആൾക്കാർ കാണാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മൊത്തം കഥ പറയുന്നില്ല. ഉണ്ട് ഗസ്റ്റ് റോൾ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് ശരിക്കും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് ഈ സിനിമയിൽ കൊടുക്കണം. സിനിമ കണ്ടപ്പോഴേ താങ്കൾക്ക്
മമ്മൂട്ടിയുടെ ലാലേട്ടന്റെയോ ശ്രീനിവാസന്റെയോ ഏതെങ്കിലും സിനിമ പോലെ തോന്നിയോ ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ? ഇല്ല, അങ്ങനെ തോന്നാൻ എനിക്ക് തോന്നി കാരണം നാടോടിക്കാറ്റിലെ ദാസനും വിജയനും പോലെ എനിക്ക് തോന്നി. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി പല സിനിമകളും അദ്ദേഹത്തിന്റെ ഫാദർ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു അനുകരണം കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയില് തീർച്ചയായിട്ടും അതൊന്നുകൂടി വിഷ്വലൈസ് ആയി. വിഷ്വലൈസ് പറഞ്ഞ കഴിഞ്ഞ മൂവിയിലുണ്ട് ശ്രീനിയേട്ടന്റെ മകനാണല്ലോ കൊണ്ടുവന്നു. എന്നാലും പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ മൊത്തമായിട്ട് ഇപ്പൊ നിവിനെ കാണിക്കുന്നെങ്കിലും ഇപ്പൊ ഓവറായിട്ട് ഇപ്പൊ വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്നുണ്ട്. പുള്ളി ശൈലി മാറ്റി പിടിച്ചു. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ പിന്നെയും നമ്മുടെ ശ്രീനിയേച്ചന്റെ മാനറിസം കൂടുതൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടക്കാലം കൊണ്ട് ഔട്ടായി പോയ ഒരു താരമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ. പിന്നീട് കയറി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ടെന്ന് പറയാൻ പറ്റൂല, ധാരാളം സിനിമകൾക്കുണ്ട്. അതല്ലടാ, ഓവർ വണ്ണമായി പോയായിരുന്നു സിനിമയിൽ നിന്ന്. വണ്ണമൊക്കെ കൂടി കാരണം കുട്ടിമാമ എന്ന് പറയുന്ന സിനിമ വന്നായിരുന്നു. VM വിനസാറിന്റെ കുട്ടിമാമ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിന് ഓവർ വണ്ണായിരുന്നു. പട്ടാളക്കാരനാണ് ആയിട്ട് അഭിനയിച്ചത്. കുട്ടിമാമ ഞാൻ കണ്ട സിനിമയാണ്, നല്ലൊരു മൂവിയാണ്. അല്ലെ ശ്രീനിവാസൻ ചേട്ടനാണ് നായകനായിട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഓർക്കുന്ന സീനിലാണ് ഈ ധ്യാൻ അഭിനയിക്കുന്നത്. ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങൾ കാണിക്കുമ്പോൾ, പട്ടാളത്തിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ധ്യാനെ കാണിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി വന്ന ഉടൽ എന്ന സിനിമയിലൂടെയാണ് ജനങ്ങളിലേക്ക് കൂടുതലും പുള്ളി അടുത്തത്. ഉടല് സിനിമ എനിക്ക് കുഞ്ഞിരാമനെ ഇഷ്ടപ്പെട്ട അതല്ല പറഞ്ഞ ഉടലെന്ന്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിമാമ എല്ലാം വന്നത്. ഉടലെന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോ പുള്ളി എല്ലാ രീതിയിലുള്ള അഭിനയം ഞാൻ കണ്ടിട്ടില്ല. ഉടല് നല്ലൊരു മൂവിയായിരുന്നു. അതിന് ശേഷമാണ് വന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന ക്യാരക്ടർ, ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടർ എല്ലാം തെരഞ്ഞെടുത്ത് ചെയ്യുന്ന വേഷങ്ങളാണ്. കാരണം കഴിഞ്ഞ മൂവിയിലാണ് പ്രണവിനോടൊപ്പം നിൽക്കുന്ന ഒരു വേഷമാണല്ലോ ചെയ്തത്. അപ്പൊ ഇതിലും നല്ലൊരു എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ ക്യാരക്ടർ അധികം നേരം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഉള്ള ക്യാരക്ടർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. നിവിൻ പോളി മിക്കപ്പോഴും വിളിക്കുന്ന കോളാരെയാണ്? ധ്യാനെയാണ്. അപ്പൊ കഥാപാത്രമുണ്ട്. കഥാപാത്രം ഫോണിലൂടെ ആണെങ്കിൽ അവർ സംസാരിക്കുന്ന ആ കഥാപാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കഥാപാത്രമുണ്ട്. നിവിൻ പോളി ശരിക്കും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂവി. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ആടുജീവിതം സിനിമ ഓർമ്മപ്പെടുത്തുന്ന കുറെ രംഗങ്ങളുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച ഇടവേള ടൈമിലായപ്പോ അവിടെ കൊണ്ടുപോകും. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി റിവ്യൂ പറഞ്ഞ സമയത്ത് തോന്നിയില്ല. പക്ഷെ താങ്കളുടെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് അങ്ങനെ സംഭവം ഉണ്ടല്ലോ, ആടുജീവിതം പോലെ ഒരു തോന്നി, ഒരു ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എങ്കിലും പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധവും പിന്നെ പാകിസ്ഥാനെ ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ കാണിക്കുന്നില്ല. പക്ഷെ അതെല്ലാം രാജ്യമല്ല, മനുഷ്യരാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ്. രാജ്യം മതവും ഉണ്ട്, പക്ഷെ സ്നേഹമാണ് വേണ്ടത് എന്നൊരു നല്ലൊരു സന്ദേശമാണ് ഈ മൂവിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വേറൊരു കാര്യം കൊണ്ട് രാഷ്ട്രീയം പച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ. ജനഗണമന കണ്ടാണ് രാഷ്ട്രീയത്തിന്റെ പോരാട്ടം കാണിക്കുന്നു. പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നമ്മളെ പോലെ സാധാരണക്കാരെ അവര് മുതലാക്കുന്ന കുറെ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരെ നല്ലവരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ളവരെ പച്ചയായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിലൂടെ നമുക്ക് മനസ്സിലാവും എല്ലാം ഉണ്ട്. രാഷ്ട്രീയമുണ്ട്, ഗ്രാമം കാണിക്കുന്നുണ്ട്, മതങ്ങൾ തമ്മിലുള്ള അക്രമങ്ങൾ എല്ലാം എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂവിയിലൂടെ കുറെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി മെസ്സേജ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് പറയുക, ഈ സിനിമ കാണുമ്പോൾ ജനങ്ങൾക്ക് കുറെയൊക്കെ ബോധം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിത്തല്ല്, കുന്നായ്മ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് പലരും എന്താ പറയാ പ്രായം കുറഞ്ഞ് 10-24 വയസ്സുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിട്ടേറ്റ് മരിക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാട്ടില്. അതെല്ലാം കുറച്ചൊക്കെ നിൽക്കും. കാരണം ഇതുപോലത്തെ മൂവീസ് കാണുമ്പോൾ അവര് തന്നെ ചിന്തിക്കുമായിരിക്കും, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പോണത്? രാഷ്ട്രീയം നല്ലതാണ്, നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, അല്ലാണ്ട് വെട്ടിക്കൊല്ലാനൊന്നുമല്ലോ രാഷ്ട്രീയം. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് വീട് വെച്ച് കൊടുക്കാനും പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാനും അതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്, സാമൂഹ്യ സേവനമാണ്. അപ്പൊ അതെല്ലാം കാണിക്കുന്ന ഒരു ചിത്രമാണിത്. കാരണം ഒരുപാട് കാലത്ത് കൂടുതലും ആണുങ്ങൾക്ക് പെണ്ണ് ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. പെണ്ണ് ലഭിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കേസ്, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം അല്പം പഠിപ്പ് ഉള്ള കുട്ടികളാണ്, വിദ്യാഭ്യാസം. അപ്പൊ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടും. എല്ലാവരും നോക്കണമെന്ന് അവര് ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ അവരോടൊപ്പം തന്നെ ഒരു ജോലിയുള്ള ഒരു ജോബുള്ള ഒരാള് തന്നെ വേണമെന്ന് ആഗ്രഹിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് പണിയെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ സാധാരണ ഒരു കൂലിപ്പണിക്കാരന് ഇന്നൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സ്വന്തം കൂലിപ്പണിക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഫാമിലി ലൈഫ് വരുന്നില്ല, കല്യാണത്തിന്റെ പ്രോസസ്സിലേക്ക് വരുന്നില്ല. എന്റെ നാട്ടിൽ തന്നെ ഇപ്പൊ എടക്കൂശ എന്റെ വീട്, അപ്പൊ അവിടെ തന്നെ 150 ആണുങ്ങളാണ് കല്യാണം കഴിക്കാത്തവര്. എന്റെ ഇവിടെ മൂവാറ്റുപുഴയാണ്. അവിടെ കൃഷിയാണ് കൂടുതലും. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പറമ്പിൽ നല്ല നല്ല കൃഷികൾ ചെയ്യുന്നുണ്ട്. വാഴ നടന്നുണ്ട്, തെങ്ങുണ്ട്, റബ്ബറുണ്ട്. അപ്പൊ നമ്മൾ അധ്വാനിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
മുന്നോട്ട് പോകാൻ പറ്റും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് കൃഷി പാരമ്പര്യമായിട്ട് നമ്മള് എന്താ പറയാ, പലരും മറ്റേ ഇപ്പൊ റിവ്യൂ വന്നിട്ട് എന്നെ കളിയാക്കിയായിരുന്നു. എന്താണ് താങ്കൾക്ക് ഇങ്ങനെ വയ്ക്കാൻ താങ്കൾക്ക് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറയണ്ടായി. അപ്പൊ അവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ നാട്ടില് ഒരു 100 പേരിലധികം ആണുങ്ങള് ബാച്ചലർ ലൈഫാണ്. അപ്പൊ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി ആൾക്കാർ കൊടുക്കുക. ഈ സർക്കാർ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് അവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായേ? എന്നിട്ട് നമ്മളെ പരാതിപ്പെടാം. അവർ മാത്രമല്ല, കേരളത്തിൽ ഭൂരിഭാഗം ചെറുപ്പക്കാരും കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലേഴ്സ് ആണ്. ബാച്ചിലേഴ്സ് അവർ ചിലപ്പോ എന്തെങ്കിലും ജോബൊക്കെ സെറ്റ് ആയിട്ട് അവരെ നിലനിൽപ്പായിട്ടായിരിക്കുമല്ലോ പെരേര കല്യാണം കഴിക്കാവുള്ളൂ. ജോബ് ഉള്ളവർ പോലും കിട്ടുന്നില്ല. അപ്പൊ ഈ സിനിമയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നുണ്ട്. കാരണം ധ്യാനും അമ്മയുടെ അടുത്ത് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതിനകത്ത്, ഞങ്ങൾക്ക് താടി മീശയൊക്കെ വളർന്നിട്ട് പോലും അമ്മയുടെ പാത്രം ചൂണ്ടി ഭക്ഷണം മേടിക്കുന്നു. അത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്നത്തെ തലമുറക്കാർ അങ്ങനെയാണ് നടക്കുന്നതാണ്. കാരണം കുടുംബക്കാര്, അതായത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അത് ദൂർത്തടിച്ചു പോകുന്ന കുറെ അത് മെസ്സേജ് ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് 30 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പന്റെ അമ്മയുടെ പോക്കറ്റിൽ പൈസ ചോദിച്ചു വാങ്ങുന്ന നാണമില്ലാത്ത ആൾക്കാർ ഇന്നത്തെ ഉള്ളത്. പിന്നെ ആൾക്കാര് കളിയാക്കുന്നുണ്ട്, എന്നെ പോലെ പലരും ചെയ്യുന്നുണ്ട്. മനസ്സിലായി? പെരേര ചിലപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ പെരേരയ്ക്ക് ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിലൂടെ റീച്ച് കിട്ടി പൈസ ചിലപ്പോ കൈ വരുന്നുണ്ടായിരിക്കും. അത് അറിയില്ലാത്ത ആൾക്കാർക്ക് ഇവൻ എന്നാ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് മീഡിയ വഴി കിട്ടുന്നുണ്ട്. വഴി ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നല്ല റീച്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ കിട്ടും. അപ്പൊ ആ പൈസ കിട്ടുന്ന പെരേരെ അറിയുന്നുള്ളൂ. മറ്റുള്ളവർ വരെ ഇവനൊരു കൂലിയും വില ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ, അതായത് സോഷ്യലിസം ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോൺ മതി, ഒരു ഫോണിലൂടെ. പണ്ടൊക്കെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നിയാസ് ബക്കറൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്, നമ്മുടെ മറിമായ നടൻ നിയാസ്ക പറഞ്ഞിട്ടുണ്ട്. നിയാസ്ക പറഞ്ഞ് ഞാനൊരു ദിവസം ഒരു പ്രോഗ്രാം, ഒരു കോമഡി ഷോയുടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഇക്കാനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇക്ക പറയാണ്, അഭിലാഷ് ഇതൊക്കെ ഇന്നല്ലേ വന്നത് ഈ ഫോണിലൂടെ. അന്ന് ഞങ്ങളൊക്കെ മിമിക്രി കളിച്ചിരുന്ന ടൈമില് ഞാൻ മറ്റേ നവാസ്ക ജ്യേഷ്ഠനൊക്കെ മിമിക്രി കളിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാനോ ഒരു സിനിമാ സംവിധാനം നേരെ കാണിച്ചു കൊടുക്കാനോ ഞങ്ങളുടെ ഫോണില്ലായിരുന്നു. ഇന്നാണ് ഇതുകൊണ്ട് ഇത് വന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശസ്തരാവാം. അതുപോലെ തന്നെ ഒരു ജോബിന്റെ കാര്യങ്ങളാണെങ്കിലും ഫോണിലൂടെ വീട്ടിലിരുന്നാൽ മതി. കൊറോണ സമയത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെരേര പറഞ്ഞല്ലോ, ഈ എനിക്കെന്ത് ഇപ്പൊ പലരും പറഞ്ഞു ഇപ്പൊ എനിക്ക് പെണ്ണ് കിട്ടില്ല, ജോബ് ഇല്ല എന്നുള്ളത്. ഇപ്പൊ പെരേരയ്ക്ക് ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ഈ സിനിമയിലൂടെ വെച്ച് കാട്ടിയത്. ഇവര് ഒരു സമയം വന്നപ്പോ ഒരു പണിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്നു, നിർബന്ധരായി. അത് രാഷ്ട്രീയപരമായിട്ട് ഈ സിനിമ പിന്നിപ്പം കാണാനുള്ള ആൾക്കാരാണ്. ഈ രാഷ്ട്രീയപരമായിട്ട് പോസ്റ്ററൊക്കെ ഒടിച്ചെടുക്കുന്ന ആൾക്കാരാണ് പൈസക്ക് വേണ്ടി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിവിൻ പോളി പ്രത്യേക സാഹചര്യത്തിലാണ് പണിക്ക് വേണ്ടി വന്നത്. നാട് വിട്ടു പോകേണ്ടത്. അത് പറയരുത്. കാരണം ഈ മൂവി ഇനി കാണാണ്ട ആളുകള് ഓഫീസ് ജോബിന് വേണ്ടിയാണ് പുള്ളി പോയത്. പക്ഷെ കിട്ടിയത് ഒരു അകപ്പെട്ടു പോയ ജോലിയാ, പെട്ടുപോയ ജോലി. സാഹചര്യത്തിലാണ് ആടുജീവിതം പോലത്തെ ഒരു സംഭവം. കുറെ സസ്പെൻസ് ഉണ്ട് കേട്ടോ സിനിമയിൽ. ഞങ്ങൾ പറയുന്നില്ല, കാരണം ഇനിയും മൂവി കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പക്ഷെ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്. കാരണം നല്ലവരെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മരുഭൂമി കഥയാണ്. നെഗറ്റീവായിട്ട് കുറച്ച് കമന്റ്സുകൾ ഞാൻ പല റിവ്യൂവിലും കണ്ടു. പല എന്താ പറയാ, നമ്മുടെ പല വീഡിയോസിലും പലരും പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പാടില്ല. ഒരു കഷ്ടപ്പാടാണ് സിനിമയെന്ന്. ഈ സിനിമ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു മൂവി തിയേറ്ററിൽ വരെ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് എന്ത് പടാടാവേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നിന്ന് റിവ്യൂ കണ്ടായിരിക്കും ചിലവര് സിനിമ കാണാൻ പോണേ. കാരണം റിവ്യൂ കണ്ടാണോ സിനിമ കാണുന്നതെന്ന് ഓഡിയൻസ് ചോദിക്കും. പണ്ട് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കില്ലേ, എടാ പടം എങ്ങനെ ഉണ്ടാ, പടം അങ്ങ് പോരടാവേ എന്ന് പറഞ്ഞ് നമ്മൾ ആ പടം അവോയ്ഡ് ചെയ്യും. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു അല്ലേ? പടം എങ്ങനെ ഉണ്ടാ, ഏതാ പടം നല്ലതെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോവുള്ളൂ. ആ സംഭവം തന്നെയാണ് റിവ്യൂ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഇതില് പറയാനുള്ളത്, ഇപ്പൊ ഇതില് നമ്മുടെ സർക്കാരിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി ഇപ്പൊ കുറെ ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിലും പലർക്കും ജോലിയില്ല. അത് ആ അവസ്ഥ കൊണ്ടാണ് പറ്റി ഈ മഞ്ജു പിള്ളയുടെ കഥാപാത്രം മകനോട് പറയുന്നുണ്ട്, താങ്കളൊരു മറ്റേ ജോലിക്ക് പോ മക്കളെ, എന്നാലേ പെണ്ണ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ബമ്പർച്ചിരിയില് നമ്മുടെ വലിയ ബമ്പർച്ചിരിയില് ചെയ്യാൻ സാധിച്ചു, ഒരു ചിരി ചിരിയില് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അവിടെ മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞാൽ ചിരിച്ച് ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി. പക്ഷെ മഞ്ജു ചേച്ചി 1-2 സിനിമയിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആ സിനിമ തൊട്ട് ചേച്ചി അങ്ങ് ഞെട്ടിക്കുക. എനിക്കൊരു കാര്യം പറയാം, ചേച്ചി ലളിതാമ്മ ചെയ്തിരുന്ന ഒരു വേഷങ്ങള് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരാള് മഞ്ജു ചേച്ചിയാണ്. ശരിയാ, അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്.
കാരണം അമ്മ വേഷങ്ങൾ ചെയ്യാൻ ഇപ്പൊ കബീർ പൊന്നമ്മ അമ്മയാണെങ്കിൽ ഇപ്പൊ എന്താണെന്നറിയില്ല, ഇപ്പൊ മൂവിയിലൊന്നും കാണുന്നില്ല. കബീർ പൊന്നമ്മ ചേച്ചി കുറച്ച് ഏജ് ആയെന്ന് തോന്നുന്നു. അതാണ് ഇപ്പൊ സിനിമ കാണുന്നില്ല. പക്ഷെ ഇനി ഇപ്പൊ അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം അവസാനമായിട്ട് കബീർ പൊന്നമ്മ ചേച്ചി ചെയ്തിരുന്നു. റഷീദ് പള്ളുരുത്തിയുടെ അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം ചെയ്തിരുന്നു, മൂവിയില് ചെയ്തായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ അമ്മ വേഷം ചെയ്യാൻ ആർട്ടിസ്റ്റുകൾ കുറവാണ്. അംബിക മോഹൻ ചേച്ചിയാണ് ഒരാള്. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കണെന്ന് പറഞ്ഞാൽ ചേച്ചി അടിപൊളി അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അത് നീമ്പോളിയൊന്നും നടന്നോടെ ആദ്യമായിട്ടാണ് ചെയ്തിരുന്നത്. ആദ്യമായിട്ടൊന്നും തോന്നൂല്ല, കുറെ വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് പോലെയാണ് ആ വർക്ക് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാവുന്നത് വർക്ക് കാണുമ്പോ. എന്തായാലും എന്ന് വെച്ചാൽ ഇനിയും നല്ല അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തും. കാരണം അതുപോലെ പിന്നെ ഇതില് പറയേണ്ട ഒരു കാര്യമുണ്ട്, സലീം കുമാർ ഈ പടത്തില് നല്ലൊരു ചെറിയൊരു കഥാപാത്രമാണെങ്കിലും അത് നല്ല രീതിയിൽ സ്പേസ് ഉൾക്കൊണ്ട് ചെയ്ത് പുള്ളി സ്റ്റേജിലേക്ക് നോക്കി വിളിച്ച് പറയുന്ന ഒരു ആൾക്കൂട്ടത്തിൽ നടുവേത് പെട്ടെന്ന് രോഷം കയറിയിട്ട്. ഈ സിനിമയില് ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മി തല്ലിക്കുക, ജാതി ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കാണിക്കുന്ന ഒരു സീനിലാണ് പുള്ളി വിളിച്ചു പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, ഒരു ജാതി ഒരു മതം പറയുന്നുണ്ടല്ലോ. അപ്പൊ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റേജിലേക്ക് നോക്കി നിങ്ങളുടെ മോൻ ഏതെങ്കിലും രാജ്യസ്നേഹിയാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മോൻ ഏത് രാഷ്ട്രീയത്തിലാണെന്നൊക്കെ ചോദിച്ച് പുള്ളി ചോദിക്കുന്ന എല്ലാവരും ഇതാരാണെന്ന് പിടിച്ചു മാറ്റുന്നൊക്കെ പറഞ്ഞു. ആ സീന് സലീം കുമാറേട്ടൻ അതിഗംഭീരമായിട്ട് ചെയ്തു. ഗംഭീരം എന്ന് പറയാം, ഗംഭീരം. സലീം കുമാറേട്ടന് ഏത് റോള് കൊടുത്താലും ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ ചന്തു ഇപ്പൊ നല്ല ചന്തു ഇപ്പൊ മഞ്ഞുവൽ ബോയ്സിലും ആ നടിയറിലൊക്കെ സിനിമകളൊക്കെ നല്ല അഭിനയിക്കുന്നുണ്ട്. കുറെ സിനിമകൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്നുണ്ട്. പുള്ളി നല്ലൊരു വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം സലീം കുമാറേട്ടന്റെ പഴയ കാലങ്ങൾ ഓർമ്മപ്പെടുത്തും. എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. നെഗറ്റീവ് പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. കാരണം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഗംഭീരമായിട്ടാണ് പിടിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചിട്ടല്ല, അവരൊരു നല്ലൊരു ഐഡിയയിലാണ് ഷൂട്ട് നടക്കുന്നത്. ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല ഇപ്പോഴത്തെ സിനിമകൾ. ലാഗ് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അനുയോജ്യമായ ലാഗുകളാണ്. ഓരോ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ ഫ്രെയിമിലും ഡയലോഗിന്റെ കുറവ് പോലും ഇല്ല, എല്ലാത്തിലും ഡയലോഗ്സ് വരുന്നുണ്ട്. കരയാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ലാഗ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കരഞ്ഞു വന്നു കഴിയുമ്പോഴാണ് BGM കയറി വരുന്നത്. ഏതില്? ഒരു പടത്തിന്റെ പേര് മലയാളി ഫ്രം ഇന്ത്യ അല്ല, വേറൊരു മൂവിയില്. ഞാൻ ആ മൂവിയുടെ പേര് പറയുന്നില്ല. അതായത് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ കരഞ്ഞു വന്നിട്ട് ഇങ്ങനെ പൊട്ടി കരയുമ്പോഴാണ് BGM കയറി വരുന്നത്. അതുവരെ ആൾക്കാർക്ക് ഒരു ബോർ തോന്നും. ആ നടൻ ഇങ്ങനെ കരഞ്ഞു കയറി വരുമ്പോ ഒരു മ്യൂസിക് ഒന്നുമില്ല, സൈലന്റ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ എന്നുള്ള ഒരു സാധനമാണല്ലോ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫീലിങ്. പക്ഷെ BGM അങ്ങ് കയറി വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ കയ്യൊക്കെ കിടന്ന് ഇങ്ങനെ മേലെ കിടന്ന് ഇങ്ങനെ പൂത്ത് കയറി. അതാണ് മ്യൂസിക്കിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് ചില ആളുകൾ അന്ന് പറഞ്ഞു ഭയങ്കര ലാഗാണ്, ആ വ്യക്തി കരയണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സിനിമ പേരും നടന്റെ പേരും പറയാത്തത്. പക്ഷെ എന്റെ ഇതില് ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ മ്യൂസിക് ഇല്ലെങ്കിലും ഉണ്ടല്ലോ, അദ്ദേഹം ചെയ്തിരിക്കുന്ന അഭിനയം ഉണ്ടല്ലോ വേറെ ലെവലാണ്. ആ BGM കയറ്റിയിട്ടപ്പോ കയറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ ആളുകളുടെ മൈൻഡ് മാറി, കണ്ണിക്കറ കുടുകുടുകൂടാന്ന് കണ്ണീര്. അപ്പൊ എന്ന് പറഞ്ഞാലാണ് സംഭവം. എന്തായാലും പടം സൂപ്പറാണ്, എനിക്ക് വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. നീമ്പോളി കരിയർ ബെസ്റ്റ് ആയിരിക്കണം. നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ഇപ്പൊ ഗൾഫ് നാട്ടിലേക്ക് ഈ സിനിമ പോയിട്ടുണ്ട്. അപ്പൊ നായികയായിട്ട് അഭിനയിക്കുന്നത് ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അനശ്വര രാജൻ എന്ന അഭിനയിച്ചിട്ടുണ്ട്. അനശ്വര രാജൻ മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ സീനിലൊക്കെ നമ്മള് ഫോണിലൂടെ ആണെങ്കിലും ഓർമ്മയിലൂടെ ആണെങ്കിലും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്ന പാട്ട് നല്ല പാട്ടുകളാണ്. ഹേ കൃഷ്ണ കൊള്ളാം. പിന്നെ വേറെ പാട്ടുണ്ട്, നമ്മുടെ പഴയ വന്ദനം കവിളിനകിൽ കുങ്കുമം, അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ട്. ഓർക്കുള്ള ആ പാട്ട് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നായികയുടെ പുറകെ നടന്നുകൊണ്ട് പാടുന്ന ഒരു പാട്ട്. അതൊരു ഞാൻ പറഞ്ഞല്ലോ, മറ്റേ മോഹൻലാലിന്റെ പണ്ടത്തെ സിനിമ പോലെ പടത്തിലെ പാട്ട് ഓർമ്മപ്പെടുന്ന പാട്ടുണ്ട്. കോപ്പിയടി അല്ല, എന്തായാലും ആ ഒരു ഫീല് കിട്ടും. ഫീൽ കിട്ടും. എന്തായാലും നന്നായിട്ട് ഇത് വൺ ടൈം വാട്സപ്പ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു. എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണുക, സിനിമ ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവി.